രണ്ടാമതായി മനുഷ്യനോടുള്ള സമത്വം. വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ അവർ പറഞ്ഞു, അറബിക്ക് അനർബിയേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു സ്ഥാനമില്ലേ. ഇല്ലാ ബി തഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയഭക്തി ആർക്ക് കൂടുന്നോ അവർക്ക് മാത്രം സ്ഥാനം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പോലും പാവപ്പെട്ടവരെന്ന് ഉന്നതന്മാരെന്ന് വിചാരിക്കുന്നവർ മുദ്ര കുത്തിയ സമൂഹത്തിന് യഥാവിധി ജീവിക്കാൻ പറ്റൂല. വെള്ളമെടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത ഇടങ്ങളുണ്ട്, പൊതുവഴി പോലും ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്, പൊതു ക്ലോസറ്റ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവർണരാകുന്ന പാവപ്പെട്ട മനുഷ്യർ ഈ പരിഷ്കൃത ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ജീവിക്കുന്നുണ്ട്. ഇന്നകുംറഉം ഫീക്കൽ ജാഹിലിയ എന്നും പറഞ്ഞ് ഹബീബായ റസൂൽ ഗംഭീരമായി ശോഭിച്ചൊരു ദിവസമുണ്ട്. അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കറുത്ത പെണ്ണിന്റെ പുത്രൻ എന്നൊന്ന് പ്രയോഗിച്ചു പോയി. അത്രേ ഉള്ളൂ. അദ്ദേഹം അത്രമേൽ ശ്രദ്ധയില്ലാതെ പറഞ്ഞു പോയതാ. കറുത്ത പെണ്ണിന്റെ പുത്രൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്രത്തിന്റെ നായകനാണ്, ദൗസിന്റെ നായകനാണ് അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. വലിയൊരു സമൂഹത്തിന്റെ നേതാവാണ്, ഉന്നത കുലജാതനാണ്, സ്വർണത്തിന്റെ വർണ്ണമുള്ളയാളാണ്, വലിയ സമ്പന്നനാണ്, അധികാരിയാണ്, ഒക്കെ ശരി. ഇന്നകുംറഉം ഫീക്കൽ ജാഹിലിയ യാ അബൂദർ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും പഴയകാല അന്ധകാരം കുടികൊള്ളുന്നു അബൂദർറെ എന്ന് മുത്തറസൂൽ തിരുത്തുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്നും എല്ലാം ഇറങ്ങി ബിലാൽ ബിൻ റബാഹയുടെ വീട്ടിൻ്റെ അടുത്ത് ചെന്നു. നിലത്ത് കടന്നു മുറ്റത്ത് തൻ്റെ കവിളൊട്ടിച്ചു വെച്ചിട്ട് മറുകവളിൽ ബിലാൽ ചവിട്ടിയാലേ ഞാൻ എഴുന്നേൽക്കൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അജ്ജാതി ശിക്ഷണ റസൂലുള്ളാഹി കൊടുത്തത്. ബിലാൽ ബിൻ റബാഹ വന്നു, ദോസിന്റെ നായകനെ പിടിച്ചു ഉയർത്തി ചവിട്ടിന് പകരം 2 കവിളിയിലും മുത്തം കൊടുത്തു. ചരിത്രം ഉജ്ജ്വലമായി പ്രകാശിച്ചൊരു സന്ദർഭം. ഈ ആധുനിക കാലത്താണ് അബ്ദുള്ള അടിയാർ എന്ന് പറയുന്ന ദളിത് ആക്ടിവിസ്റ്റ് അദ്ദേഹത്തിന്റെ കുറെ അനുയായികളുമായി നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കേവലം ഒരു മത്സരത്തിന് കയറി വന്നതല്ലായിരുന്നു അദ്ദേഹം. ഇസ്ലാമിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു. ഞാൻ കാതളിക്കും ഇസ്ലാം എന്നും പറഞ്ഞ പുസ്തകം എഴുതി. വേറെയും കുറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ഞാൻ കാതലിക്കും ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം. എന്തുകൊണ്ട് ഇസ്ലാം എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഷയിൽ സമർത്ഥിച്ചു. ഇസ്ലാമിന്റെ സമത്വം ലോകത്തിന് മാതൃകയാണ്.